കിച്ചൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഐലൻഡ് കിച്ചൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കിച്ചണിൽ അങ്ങനെ ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ കൂടെ ഒരു ചെറിയ ഐലൻഡ് ആണെങ്കിലും അവർ പ്രോപ്പറായിട്ട് പ്ലാൻ തന്ന് അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ ആ ഒരു ബ്രോഷറിൽ ഒരു ഫ്രണ്ട് എലിവേഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഒരു അട്രാക്റ്റീവ് പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ, ഒരു ചെക്ക് മാർക്ക് നമുക്ക് അവിടെ വീണു. നമസ്കാരം, എൻ്റെ പേര് രൂപേഷ് രവീന്ദ്രൻ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നാട്ടിൽ ഞങ്ങൾ ഒറ്റപ്പാലത്താണ്. ഇതെൻ്റെ വൈഫ്. എൻ്റെ പേര് അനർക്ക. ഞാനൊരു ഡേറ്റ സയൻറ്റിസ്റ്റാണ്. എൻ്റെ വീട് ഷൊർണൂരാണ്. ഞങ്ങൾ രണ്ടുപേരും US-ലാണ്. അപ്പോൾ ഒരു IT പ്രൊഫഷൻ ആയത് കാരണം കൊണ്ട് നാട്ടിലൊരു ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ള രീതിയിൽ ഒരു വീട് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി എല്ലാ IT പ്രൊഫഷണൽസും നോക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ, അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകാൻ രണ്ടുപേർക്കും പേഴ്സണലി അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് പാരൻസൊക്കെ ഉള്ള കാരണം കൊണ്ട് അടുത്ത് ആയിട്ടുള്ള സ്ഥലം അതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഡെഫിനറ്റ്ലി കൊച്ചിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് വില്ല പ്രൊജക്ട്സും അതുപോലെ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട്സും എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഒരു കസിൻ ബിൽഡോണിൻ്റെ ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ക്ലൗഡ് വില്ലിൻ്റെ ഒരു ബ്രോഷർ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ബിൽഡോണിൻ്റെ പ്രൊജക്റ്റ് കാണുന്നത്. നമ്മുടെ ഇൻപുട്സിനും നമ്മുടെ തോട്ട്സിനും ഒക്കെ ഒരുപാട് ഓപ്പൺ ആയിരുന്നു അവർ. അതുപോലെ നമുക്ക് ഇങ്ങോട്ട് സജഷൻസും തന്നിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് വർക്കാവോ അല്ലെങ്കിൽ ആവില്ലയോ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു വീട് കെട്ടുവാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലി പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ പോയാൽ മാത്രമാണ് നമുക്കത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് ഒരുപാട് നമുക്ക് ബിൽഡോണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കിച്ചൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കൊരു ഐലൻഡ് കിച്ചൺ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ കോളിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് കുക്കിംഗ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു ഐലൻഡ് വേണം എന്നുള്ളത് എനിക്ക് നല്ല ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങളുടെ കിച്ചണിൽ അങ്ങനെ ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ കൂടെ ഒരു ചെറിയ ഐലൻഡ് ആണെങ്കിലും അവർ പ്രോപ്പറായിട്ട് പ്ലാൻ തന്ന് അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഐ അപ്രിഷ്യേറ്റ് ദാറ്റ്. തറക്കല്ലിട്ടിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഒരു 75% വീടിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട് കാണുന്നത്. അതുപോലെ അടുത്തൊരു വെക്കേഷൻ വരുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയുള്ള ഒരു നല്ല സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ അത്രയും ദൂരത്തു നിന്ന് ഈ വർക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ബിൽഡോണും അവരുടെ ടീമുമായിരുന്നു. നമുക്ക് എല്ലാ വീക്കും നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പ് വഴി. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ദൂരത്തുനിന്ന് നമ്മളൊരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ശതമാനം ബുദ്ധിമുട്ടും അവർ അത് ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹെഡേക്ക് ഇല്ലാത്ത രീതിയിലായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ വന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന ഒരുപാട് പേരുണ്ട്. ഇവരുടെ സൈറ്റ് എഞ്ചിനീയർ അശ്വിൻ, സിദ്ധാർത്ഥ്, പിന്നെ ബാക്കിയുള്ള എല്ലാ ടീമിലും പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, അങ്ങനെ ഒരുപാട് ടീമിലെ ആൾക്കാരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടൈം ലൈൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ആ ഒരു ടൈം നമുക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ടൈം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒപ്പം നിൽക്കുന്ന വലിയ കാര്യമാണ്. അതെല്ലാം കൂടാതെ രഞ്ജിത്തിനെ പോലെ ഒരാൾ ആ ടീമിനെ മൊത്തം ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതും വളരെയധികം കമൻറ്റബിൾ ആണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൾട്ടിപ്പിൾ അമ്യൂണിറ്റീസ് നോക്കുന്ന കമ്മ്യൂണിറ്റീസോട് കൂടിയിട്ടുള്ള വില്ല നോക്കുന്ന ഒരു ഫാമിലിക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി അങ്ങനെ ആവുമെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു.